നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് സുധീഷ് ആകെപ്പാടെ പെട്ട് നിൽക്കുവാണ് ഗായത്രിയുടെ മുന്നിൽ. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. സുഭാഷ് ചോദിച്ചു, എന്താടാ സുധീഷ് ഏതെന്ന് ചോദിച്ചു. ആ സമയത്ത് ഗായത്രി പറഞ്ഞു, ചേട്ടാ സുധീഷ് എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നേ, ഒരു ലവർ എന്ന രീതിയിലായിരുന്നു. പക്ഷെ 1-2 ദിവസങ്ങളായിട്ട് സുധീഷ് എന്നോട് സംസാരിക്കണില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്രയും ദിവസം നന്നായിട്ട് സംസാരിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെയായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്ക് സുഭാഷ് സുധീഷിനെ ഒന്ന് നോക്കി നിന്നിട്ട് ചോദിച്ചു, എന്താടാ എന്തായി കളക്കണമെന്ന് ചോദിച്ചു. അയ്യോ ഇത് വെറുതെ ഇവിടെ ഓരോന്നൊക്കെ പറയുന്ന സുഭാഷാണ്, അത് കാര്യമായിട്ട് എടുക്കണ്ട. പിന്നീട് സുധീഷ് ഗായത്രിയോട് പറഞ്ഞു, ഗായത്രി ഇങ്ങോട്ട് വന്നേ, നമുക്ക് പുറകെ പോയി കുറച്ചു നേരം സംസാരിക്കാം, ഇങ്ങോട്ട് വാ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, എന്ത് സംസാരിക്കാനായിട്ട്, നിനക്ക് എന്താ എത്ര തനിച്ചു കൊണ്ടുപോയി സംസാരിക്കാനുള്ളേ? എങ്കിലും ഒരു കാര്യം ചെയ്യുക, സുഭാഷ് എന്നോട് വരാൻ പറഞ്ഞു, എന്താന്ന് കേൾക്കാലോ. അങ്ങനെ ഗായത്രിയെ വിളിച്ചോണ്ട് സുധീഷ് പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷിനോട് ചോദിച്ചു, എടാ എന്തൊക്കെയാടാ ഇവിടെ നടക്കണേ, ഇതെന്താ സംഭവം? നികേഷോട് കുറച്ച് നാളായി തുടങ്ങിയിട്ടിത്, 1-2 ആഴ്ച കഴിഞ്ഞ് തുടങ്ങിയിട്ട്. സുധീഷ് ഏട്ടൻ അവളെ വിളിച്ച് നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ സുധീഷ് ഏട്ടൻ സംസാരിക്കാന്നില്ല. അതിന്റെ വിഷമമാണ് അവൾക്ക്. അല്ല ഇവനിത് എന്തു ഭാവിച്ചാ? ഇതെങ്ങാനും നിധി അറിഞ്ഞിട്ടുണ്ടെങ്കിലോ ആ കൊച്ചിന് എത്രമാത്രം വിഷമാവുമെന്ന്. ഇത് കേട്ടപ്പം ഹരീഷ് പറഞ്ഞു, ഞാൻ അപ്പോഴാ പറഞ്ഞാ കേൾക്കണ്ടേന്ന് ചോദിച്ചു. എടാ നികേഷ വാ നമുക്ക് പോവാന്ന് പറഞ്ഞു. അല്ല അതിനൊരു തീരുമാനം. എന്ത് തീരുമാനം? എന്തായാലും കാണിക്കട്ടെ, ഇമാതിരി കേസിലൊന്നും ഇടപെടാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ജോലിയുള്ള പോവാതിരിക്കാൻ പറ്റില്ല. നിനക്ക് കോളേജിലുള്ളതല്ലേ, കോളേജിലേക്ക് മര്യാദയ്ക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ നികേഷിനെ വിളിച്ചോണ്ട് ഹരീഷ് അങ്ങോട്ട് പോയി. ഭാസ്കറിനൊന്നും മനസ്സിലായില്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്. ഒരു പെണ്ണ് വരുന്നു, കരയുന്നു, ആകെ ഒപ്പാടെ പ്രശ്നം. ഈ സമയത്ത് സുധീഷ് പിന്നാമ്പുറത്ത് പോയി നിന്നിട്ട് ഗായത്രിയോട് പറഞ്ഞു, ഗായത്രി ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ എനിക്ക് നിന്നോട് അങ്ങനൊരു ബന്ധമില്ല. ഞാൻ നിന്നോട് ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് സംസാരിച്ചോണ്ടിരുന്നേ, അല്ലാതെ ഒരിക്കലും നിന്നോട് ലവർ എന്ന രീതിയിലായിരുന്നില്ല. അതല്ലേ സുധീഷേണ്ണ എന്നോട് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. സുധീഷേണ്ണ എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചോണ്ടിരുന്നേ, എന്നിട്ടിപ്പോൾ എന്നെ ഒഴിവാക്കാൻ നോക്കുവാണല്ലേ. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സുധീഷേട്ടൻ സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. 2-3 ദിവസമായി സുധീഷേണ്ണനോട് സംസാരിച്ചിട്ട്. എൻ്റെ ഫ്രണ്ട്സ് വന്ന് സുധീഷേൻ്റെ കാല് പിടിച്ചല്ലേ, എന്നിട്ട് പോലെ സുധീഷേണ്ണനോട് സംസാരിക്കാൻ കൂട്ടാക്കിയോ? അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ഗായത്രി ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്, ഞാൻ അങ്ങനെയല്ല നിന്നെ കണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് സുഭാഷ് അങ്ങോട്ട് വന്നു. എന്താടാന്ന് ചോദിച്ചു. ഗായത്രിയാണ് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സുഭാഷ് ഗായത്രിയോട് പറഞ്ഞു, കൊച്ചേ നിന്നോട് ഇവന് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം സുധീഷേൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്കതും മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എൻ്റെ ലവറാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്താ. എന്നിട്ട് ഇപ്പം എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതെ ഇവനെക്കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാം? സുധീഷേട്ടൻ നല്ലവനാണെന്നറിയാം. അതൊക്കെ അല്ലേ അറിയത്തുള്ളൂ, അല്ലാതെ വേറെന്തെങ്കിലും അറിയാവോ? ഇല്ല. ഇവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായതാ. ഒരു നിമിഷം ഗായത്രി ഞെട്ടിപ്പോയി. എന്താ ചേട്ടാ പറയണേ? ഇവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി. അപ്പോഴേക്കും സുധീഷ് സുഭാഷിനെ നോക്കിയിട്ട്, സുഭാഷ് ചേട്ടാന്ന് വിളിക്കുക, നീ മിണ്ടിപ്പോയേക്കരുത്, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. ഇവനൊരു ഭാര്യയുണ്ട്, എന്നിട്ടാണ് ഇവൻ്റെ പിന്നാലെയൊക്കെ നടക്കാൻ കൊച്ചിന് വേറെ ഭ്രാന്തൊന്നും ഇല്ലേ? കോളേജിൽ പഠിക്കാൻ പോകുന്നല്ലേ, പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഒരു ജോലി മേടിക്കാൻ മേലെ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുറ്റി കിഴങ്ങേണ്ട കാര്യമുണ്ടോ? അല്ല കൊച്ചെന്തിനാ ഇവൻ്റെ പിന്നാലെ നടക്കുന്നേ? എനിക്കിഷ്ടമായതുകൊണ്ടാ, ഇപ്പം മനസ്സിലായല്ലോ. അവളങ്ങൊന്ന് കരയുവാണ്. എന്നാലും സുധീഷ് എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെ ഇങ്ങനെയുള്ളവരുടെ പിന്നാലെ പോകുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇപ്പം പ്രേമിച്ച് നടക്കുവാണോ ചെയ്യേണ്ടത്? മാതാപിതാക്കള് പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കുകയല്ലേ ചെയ്യണ്ടേ? അങ്ങനെ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ഒടുവിൽ ഗായത്രി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ ഭാസ്കരൻ കണ്ടത് ഇതെന്ത് കൂത്ത, ഭാസ്കരനൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും സുഭാഷ് സുധീഷിനോട് ചോദിച്ചു, നിനക്കിപ്പോൾ സമാധാനമായല്ലോ? എടാ ആ പെങ്കൊച്ച് എന്തേലും വിളിച്ചു പറയാം, എന്തേലും കടുങ്കൈ ചെയ്തിട്ടാണ് നീ പോയി തൂങ്ങേണ്ട വരും. നിനക്കിത് എന്തിൻ്റെ കേടാ? നിനക്കൊരു കല്യാണം കഴിച്ചാൽ പോരെ, എന്നിട്ട് പാവം പിടിച്ചൊരു പെങ്കൊച്ചിനെയും കൂടി ഇനി ചതിക്കാനാണോ? അയ്യോ സുഭാഷ് ചേട്ടാ അങ്ങനെയൊന്നും അല്ല, ഞാൻ നിധിയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ. മിണ്ടരോ നീയാ, നിന്റെ കർണം അടിച്ച് ഞാൻ പൊട്ടിക്കും. നിനക്കിത് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ, പറഞ്ഞാൽ കേട്ടിരുന്ന വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് സുഭാഷ് പോകുമ്പോഴത്തേനും ഗായത്രി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവുകയാണ്. പെട്ടെന്ന് സുഭാഷ് എന്ന് കഴിഞ്ഞപ്പം ഗായത്രി കരഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു. അതെ കോളേജിൻ്റെ കുറച്ച് അടുത്തായിട്ടാ, അവിടെ
ഒരു വീടെടുത്ത് ഞങ്ങൾ താമസിക്കുമെന്ന് പറഞ്ഞു, കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട്. ഓ അങ്ങനെയാണല്ലേ, ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പം എങ്ങോട്ടാ, കോളേജിലേക്കാണോ വീട്ടിലേക്കാണോ? ഞാൻ താമസിക്കുന്ന വീട്ടിലേക്കാ. എങ്കിൽ ഇത് നടന്നു പോകുമൊന്നും വേണ്ട, ഞാൻ ഓരോ ഓട്ടോറിക്ഷ വിളിച്ചു വിടാം. വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. പെട്ടെന്ന് സുഭാഷ് അതിലൂടെ വന്നൊരു ഓട്ടോറിക്ഷ കൈ കാണിച്ച് നിർത്തി. അങ്ങനെ ഓട്ടോറിക്ഷ കയറ്റി വിടുവാണ്. സുഭാഷിനാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സുധീഷ് അപ്പത്തേനും ഇറങ്ങി വന്നു. ആ സമയത്ത് ഗായത്രി പോയിട്ടുണ്ടായിരുന്നു. സുധീഷിനൊരു സമാധാനമൊക്കെ ആയി. അതേ സമയത്ത് നിധി കമ്പനിയിലായിരുന്നു. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് പ്രോജക്റ്റിനെ കുറിച്ച് അവരുടെ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രവീണ്. അങ്ങനെ നിധി അതെല്ലാം കേട്ടു. ഒടുവിൽ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിധിയായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രവീണ് നിധിയെ തന്നെ ഇങ്ങനെ നോക്കുന്നത്. പ്രവീണിന് ഭയങ്കര ഇഷ്ടമാണ് നിധിയെ. അങ്ങനെ ആ പ്ലാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധിയുടെ പെന്നിൻ്റെ മഷി തീർന്നുപോയി. പെട്ടെന്ന് പ്രവീൺ എന്ത് ചെയ്തു, തൻ്റെ കയ്യിൽ നിന്ന് പേന കൊടുത്തിട്ട് നിധി ഇത് യൂസ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ നിധി അത് വരച്ച് പ്ലാനൊക്കെ വരയ്ക്കുക. അപ്പോഴേക്കാണ് ഫോൺ ബില്ലടിച്ചത്. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് സാറെന്ന് പറഞ്ഞുകൊണ്ട് നിധി ഫോൺ എടുത്തോണ്ട് പുറത്തേക്ക് പോയി. അത് നികേഷായിരുന്നു. നിധി അടുത്തി തിരക്കിലാണെന്ന് ചോദിച്ചു. എന്താടാ? അതെ, ഇന്നൊരു വിഷയം ഉണ്ടായെന്ന് പറഞ്ഞു. കാര്യം പറ. പിന്നീട് സുധീഷിൻ്റെയും ഗായത്രിയുടെയും കാര്യം പറയണ. ഗായത്രിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയതും അവിടെ വെച്ച് പ്രശ്നമായതും ഒക്കെ. എന്നിട്ട് എന്തായി, ഞാനിങ്ങോട്ടേക്ക് പോന്നു എന്ന് പറഞ്ഞു. എന്താണല്ലോ സുധീഷാണ് നല്ല ഇടിവെട്ട് പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തേലും കാണിക്കട്ടാ, നമ്മൾ ആരും പറഞ്ഞൊന്നും അല്ലല്ലോ. ഇനിയിപ്പോൾ ഒന്നുകൂടെ കല്യാണം കഴിക്കാനായിരിക്കും. കല്യാണം കഴിക്കട്ടെ, ജീവിക്കോ ജീവിക്കാതിരിക്കോ എന്ത് വേണമല്ലോ ആയിക്കോട്ടെ, എന്നെയൊന്നും ബാധിക്കുന്ന കാര്യമില്ല. എനിക്കിതൊന്നും അറിയാൻ വേണ്ടെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് കോളും കട്ട് ചെയ്തിട്ട് നിധി വീണ്ടും വന്നു. പക്ഷേ നിധിയുടെ തലയിലേക്കൊന്നും കയറുന്നുണ്ടായിരുന്നില്ല വീണ്ടും പ്രവീൺ പറഞ്ഞ കാര്യങ്ങളൊന്നും. കാരണം നിധിയുടെ മനസ്സ് മുഴുവനും അവിടെയായിരുന്നു. ഗായത്രി സുധീഷായിരുന്നു നിധിയുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞിരുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നിധിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഹരീഷ് വർക്ക്ഷോപ്പിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്തു കൊണ്ടുവന്ന് പറയണേ, അതെ ഇന്ന് ഈ വണ്ടി കൊടുക്കാനുള്ള. എടാ, ഇത് പണിയാതെ എങ്ങനെ കൊടുക്കാൻ പറ്റും? കൊണ്ട് തന്ന് ഉടനെ കൊടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? ഇതിൻ്റെ പാർട്സൊക്കെ പലതും വാങ്ങാനുണ്ട്, വാങ്ങി അത് മാറാനുള്ളതാണ്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. ആരാന്ന് നോക്ക്, ഇതേ നീതുവാന്ന് പറഞ്ഞു. ഓ, അവളെന്തിനായിരിക്കും പോലും വിളിക്കുന്നേ. വീണ്ടും ബെല്ലടിച്ചു. എടുത്തേക്കാം, അല്ലെ പിന്നെ അത് മതി. അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ നീതു പറഞ്ഞു, ഓ ഹരീഷ് ചേട്ടൻ കോൾ എടുത്തോ? ഞാൻ വിചാരിച്ചു കോൾ എടുക്കില്ലാന്ന്. അതെന്താ? അല്ല, സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ ആണല്ലോ. ഇപ്പം എന്താണ്, രണ്ടാമത്തെ റിങ്ങിന് തന്നെ കോൾ എടുത്തല്ലോ. ഓ, അപ്പം ഞാൻ എടുക്കണ്ടായിരുന്നില്ലേ? ഇനി കോൾ എടുത്തില്ലെങ്കിൽ നീ അതിൻ്റെ പേര് ചീത്ത പറയുമല്ലോ എന്ന് പറഞ്ഞിട്ട് കരുതിയിട്ടാണ് ഞാൻ കോൾ എടുത്തേ. ഓ അങ്ങനെയാണോ? അപ്പം ഞാൻ വിളിച്ചിട്ടുണ്ടേ, എടുക്കാനൊക്കെ അറിയാം. അല്ല ഇപ്പം നീ എന്തിനാ വിളിച്ചേ? അതെ ഹരീഷ് ചേട്ടനെ ഫുഡ് ഞാൻ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഫുഡോ? ആ, ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവരാം. ബെസ്റ്റ്. അതെ, നിനക്ക് വല്ല വെച്ചുണ്ടാക്കാൻ അറിയാവോ? അത് ഹരീഷ് ചേട്ടന് വേണ്ടിയിട്ട് എന്തും വെച്ചുണ്ടാക്കാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. എനിക്ക് ഹരീഷ് ചേട്ടനോട് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നതിന് ഒരു മടിയില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഇതൊക്കെ ഇപ്പം പറയും, കുറച്ചാൾ കഴിയുമ്പോഴും ഇതൊക്കെ പറയണം. ആയിക്കോട്ടെ, ഹരീഷ് ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. എനിക്ക് ഹരീഷ് ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ഹരീഷ് ചേട്ടന് വീട്ടുകാരെയാണോ എന്നെയാണോ കൂടുതൽ ഇഷ്ടം? ഇതേ വീണ്ടും തുടങ്ങി. നീ വെച്ചിട്ട് പോകുന്നുണ്ടോ? ഈ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും വഴക്കുണ്ടാക്കാല്ലേ നിന്റെ പുറപ്പാട്. ഫോൺ വിളിച്ച് ഇത് തന്നെയുള്ളൂ. ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സുധീഷ് വർക്ക്ഷോപ്പിലേക്ക് വരുവാണ്. സുധീഷ് വന്നിട്ട് ചോദിച്ചു, നീ തിരക്കിലാണ് ഇവിടെ എന്ന് ചോദിച്ചു. വലിയ തിരക്കൊന്നുമില്ല, പണിതുകൊണ്ടിരിക്കുക. ചന്തുവിനോട് പറഞ്ഞു, ചന്തു ഇപ്പോൾ 2 ചായ മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ചന്തു അങ്ങനെ ചായ മേടിക്കാനായിട്ട് പോയി. അപ്പോഴേക്കും ഹരീഷ് ചോദിച്ചു, എന്തായി ഗായത്രിയുടെ കാര്യം? അവൾ പോയി, ഒന്നും പറയാതിരിക്കുന്ന ഭേദം. എൻ്റെ സുധീഷേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സുധീഷേനോട് ഈ വേണ്ടാത്ത വയ്യാവേലിയൊന്നും പിടിക്കരുതെന്ന്. ആ കേസൊന്നും ശരിയല്ലെന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് എന്തായി? നിധിയടുത്ത് ഇമ്പ്രസ് ചെയ്യിക്കാനെന്നും പറഞ്ഞ് നടന്നിട്ട് ഒടുവിൽ തലയ്ക്ക് നട്ടപ്പുറം പണി കിട്ടിയില്ലേ? അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വെറുതെ ഓരോ പെൺകുട്ടിയുടെ പിന്നാലെയൊക്കെ പോയിട്ട് ഓരോരോ വയ്യാവേലികൾ വലിച്ച് തലയിലേക്ക് വെക്കും. അതിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീതു വരുന്നത്. ആഹാ വന്നല്ലോ എന്ന് പറഞ്ഞു. ഇവൾക്ക് വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ? നീതു അങ്ങോട്ട് ഇറങ്ങി വന്ന് സുധീഷിനെ നോക്കിയൊന്ന് ചിരിച്ചു. എന്തൊക്കെയുണ്ട് സുധീഷേട്ട വിശേഷങ്ങൾ? ഓ നല്ല വിശേഷം. അപ്പോഴേക്ക് ഹരീഷ് വെച്ചു, ഇപ്പോഴല്ലേ നീ ഫോൺ വിളിച്ചു വെച്ചേ? ഇപ്പോഴേക്ക് നീ എന്തിനാ വന്നേ? ആ, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇതേ സുധീഷേട്ടാ, ഹരീഷേണ്ട സ്വഭാവം കണ്ടില്ലേ? എനിക്ക് ഹരീഷേണ്ണെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഹരീഷേണ്ണന് നാലൊന്നും ഇഷ്ടമില്ല. ഹരീഷ് പറഞ്ഞു, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞ്? എനിക്കറിയാലോ. അല്ലെങ്കിൽ തന്നെ സുധീഷേട്ടാ, ഇപ്പം സുധീഷേണ്ട ഭാര്യ നിധിയടുത്തി, ഇപ്പം നിധിയടുത്തി വീട്ടുകാരും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. അപ്പം സുധീഷേണ്ണ ആരുടെ ഒപ്പം നിൽക്കും? ഞാൻ നിധിയോടൊപ്പം. കണ്ടില്ലേ എന്നുള്ള അർത്ഥത്തിൽ ഹരീഷിനെ നോക്കണം. അല്ല ഇനിയിപ്പം നിധിയടുത്തേക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോകും.
അപ്പോൾ വീട്ടുകാരോ? വീട്ടുകാരവിടെ ഇരിക്കട്ടെ നോക്കും. എനിക്ക് എല്ലാവരെക്കാളും വലുതാ അവളാന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇത് കേട്ടോ ഹരീഷേട്ടാ പറഞ്ഞത്. ഇപ്പം ഹരീഷേട്ടനോട് ചോദിക്കണോ, ഹരീഷേട്ടൻ പറയും എനിക്ക് എൻ്റെ വീട്ടുകാരാ വലുത്, നീ അല്ലാന്ന്. ഓ, ഇങ്ങനെ ഇതിനകത്തൊരു ചതി ഉണ്ടായിരുന്നോ? അപ്പോഴാണത് സുധീഷിന് മനസ്സിലാവുന്നത്. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, എൻ്റെ പേര് സുധീഷ് എന്നല്ല, ഭാര്യയുടെ പിന്നാലെ പോകാനായിട്ട് എൻ്റെ പേരെ ഹരീഷ് എന്നാന്ന് പറഞ്ഞു. എൻ്റെ വീട്ടുകാരെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും സുധീഷിന് തടിയേറ്റല്ലേ. സുധീഷ് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.